മീഡിയ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ സൗണ്ട് അത് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന്. നമ്മൾ ചെയ്യുന്ന ഏതൊരു ക്രിയേറ്റിവിറ്റിയും അതിൻ്റെ ആ ഒരു എക്സ്ട്രീമിൽ ആളുകളിലേക്ക് എത്തിക്കണമെങ്കിൽ നല്ല ഒരു സൗണ്ട് എഞ്ചിനീയർ അതിന് പിന്നിലുണ്ടായിരിക്കും. നമ്മുടെ തൃശ്ശൂർക്കാരനല്ലെങ്കിലും ഇപ്പോൾ കുറേ കാലമായിട്ട് തൃശ്ശൂർക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്, സജി ആർ നായർ. നമസ്കാരം. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ സൗണ്ട് സ്റ്റുഡിയോസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ തന്നെ ഒരുപാട് ചലച്ചിത്രങ്ങളുടെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ തൃശ്ശൂർ മീഡിയ പീഡിയയുടെ നമ്മുടെ ഈ പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ സെറ്റ് ചെയ്തതും സജിയേട്ടനാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. കാരണം അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. 26 വർഷം അല്ലേ? അത്രയും വർഷത്തെ ഒരുപാട് കഥകളാണ് നമ്മളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അത്രയും വലിയൊരു പോഡ്കാസ്റ്റ് നമ്മൾ ഇരിക്കുന്നില്ലെങ്കിലും നമുക്ക് ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോവാം അല്ലേ? സാറിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിനകത്തും പുറത്തുമായിട്ട് ഒരുപാട് സ്റ്റുഡിയോസ് സെറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അവർക്ക് വേണ്ട ഇൻഫർമേഷൻ എല്ലാം പാസ് ചെയ്ത് ഒരുപാട് നല്ല സ്റ്റുഡിയോസ് നമുക്കിപ്പോൾ സെലിബ്രിറ്റീസ് സ്റ്റുഡിയോസ് ആണെങ്കിലും അല്ലെങ്കിലും ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തതെല്ലാം നമ്മൾ അത്രയും ആത്മാർത്ഥതയോടു കൂടി ചെയ്തിട്ടുള്ളതാണ്. എല്ലാം നമുക്ക് അത്രയും പ്രിയപ്പെട്ടതായിരിക്കും. എങ്കിലും നമ്മുടെ മീഡിയ പീഡിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മീഡിയ പീഡിയയ്ക്ക് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ ഇവിടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരെ നമ്മൾ ഏറ്റവും നോക്കുന്ന നല്ല കാര്യങ്ങൾ കുറേ ഉണ്ടാവുമായിരിക്കുമല്ലോ. അപ്പോൾ ആ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് മീഡിയ പീഡിയയുടെ? അതായത് പ്രധാനമായിട്ട് നമുക്കൊരു പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും സുഹൃത്തുക്കളൊക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള ആൾക്കാരുണ്ടല്ലോ, ആ സൗഹൃദം നമുക്ക് സംസാരിക്കുമ്പം ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കൊരു കറക്റ്റ് വൈബ് എന്നൊക്കെ പറയണ ഇപ്പോഴത്തെ ഭാഷയിൽ അങ്ങനെ ചില ആളുകളുണ്ട്. അപ്പോൾ എനിക്ക് നേരത്തെ അറിയാം, ജെബിനെ അറിയാം, എന്നാൽ പോലും ഞാൻ കണ്ടിട്ടുണ്ട്, സ്ക്രിപ്റ്റൊക്കെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഫംഗ്ഷനിലൊക്കെ. എന്നാലും പേഴ്സണലി അത്ര അറിയില്ലായിരുന്നു. ദിശനാണ് ഇങ്ങനെ ഒരു നമുക്കിങ്ങനൊരു സുഹൃത്തുക്കളുടെ പദ്ധതിയുണ്ട്. അപ്പോൾ ഇവിടെ വരികയും ഇവരുടെ മനസ്സിലുള്ള ആശയങ്ങൾ കണ്ടപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് ചില വർക്കുകൾ നമുക്ക് അങ്ങനെ വളരെ സംതിങ് സ്പെഷ്യൽ എന്ന് പറഞ്ഞ പോലെ തോന്നും, ഫീൽ ചെയ്യും തുടക്കത്തിന്. കാരണം ഏറ്റവും ഒരു റൂമൊക്കെ പണിത് എല്ലാം കഴിഞ്ഞതിന് ശേഷമല്ല ഇവർ വിളിക്കുന്നത്. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. കാരണം നമുക്ക് നമ്മുടെ ഒരു സ്പേസ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു പിക്ചർ വരയ്ക്കുമ്പോൾ അത് ഇത്ര സൈസായിരിക്കണം, അതിൻ്റെ ഒരു കോമ്പോസിഷൻ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ മനസ്സിലുള്ള പോലെ നമുക്ക് ഒരു സ്ഥലം കാണുമ്പോൾ ഇവിടെ ഇത് നന്നായിരിക്കും. അതിന് എല്ലാ സഹായങ്ങളും കൂടി നമ്മളുടെ ഫ്രണ്ട്സായിട്ട് നിൽക്കുന്നു എന്ന് വരുമ്പോൾ നമ്മൾ ഫ്രീ ആയി. സത്യം പറഞ്ഞാൽ ഏറ്റവും കംഫർട്ടബിളായിരുന്നു. യാതൊരുവിധ ഇടപെടലുകളും നമ്മുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. തന്നെയല്ല എല്ലാ ഹെൽപ്പും ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് വളരെ ചുരുങ്ങിയ സമയമാണ് ഉണ്ടായിരുന്നത്. മറ്റത് ഒരുപാട് ഇൻ്റർഫിയറൻസസ് ഒക്കെ സ്വാഭാവികമായിട്ടും വരാം. ഇപ്പോൾ ഈ ബിൽഡിങ്ങിൽ തന്നെ മറ്റ് പല സ്ഥലങ്ങളും കണ്ട് ഇതിലേക്കൊക്കെ എത്തിയത് ലാസ്റ്റാണ്. പക്ഷേ എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ജെബിനെയും ഫ്രണ്ട്സിനെയും നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. കാരണം A to Z പ്ലാൻഡ് ആയിരുന്നു. അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്കും. പിന്നെ വേറൊരു കാര്യം, നമ്മൾ തൃശ്ശൂർ ഇതുപോലെ സ്പേസ് ഇല്ല. കൊച്ചിയിലൊക്കെ ഒരുപാട് സ്പേസുകളുണ്ട്. എങ്കിൽ കൂടി അക്വസ്റ്റിക്കലി മുഴുവനായിട്ടും ട്രീറ്റ് ചെയ്തിട്ടല്ല എല്ലാ സ്ഥലങ്ങളും ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഞങ്ങൾ സൗണ്ട് സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ, കുറച്ച് വർഷങ്ങളായിട്ട് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഈ പോഡ്കാസ്റ്റ് റൂം, ഇത് പോഡ്കാസ്റ്റ് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു മ്യൂസിക് ലൈവ് സ്ട്രീമിംഗ് പോവാം. പൂർണ്ണമായിട്ടും അക്വസ്റ്റിക്കലി ട്രീറ്റഡ് ആണ് ഈ റൂം. അപ്പോൾ നമുക്ക് ഗുണം എന്താ വെച്ചാൽ ഒരു ലൈവ് സ്ട്രീം, ഇപ്പോൾ കൊറോണയൊക്കെ വന്ന കാലത്ത് നമുക്കൊരു മ്യൂസിക് പ്രോഗ്രാം ആണെങ്കിൽ റെക്കോർഡ് ചെയ്യാനോ വീഡിയോ ഓഡിയോ മൾട്ടി ചാനൽ അങ്ങനെ സ്പേസ് ഇല്ലാത്തതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നെ ടെമ്പററി ആയിട്ടൊക്കെ പല സ്ഥലത്തും ആളുകൾ ചെയ്തു. പക്ഷേ പ്രൊഫഷണൽസ് കൈകാര്യം ചെയ്യുന്നത് അത് പ്രധാനപ്പെട്ടാണ്. നമ്മളിപ്പോൾ ഈ സ്കൂളുകൾക്ക് ട്യൂഷൻ സെൻറ്ററുകൾക്കൊക്കെ പലരും ചെയ്യുന്നുണ്ട്, അല്ലെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന പോലെയല്ല. മ്യൂസിക് മുതൽ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാലും എല്ലാവരും പറയുന്ന ആവശ്യമില്ലല്ലോ, അക്കോസ്റ്റിക്സ് ഒന്നും വേണ്ട, ആ റൂം ടോണല്ലേ ഉള്ളൂ, ചെറിയ മൈക്കല്ല. ഇത് അങ്ങനെയല്ല. പക്ഷേ ഇത് പറഞ്ഞത് പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയും യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ പൂർണ്ണമായിട്ടും ചെയ്യുന്നൊരു ടീമാണ് ഇതിൻ്റെ പിന്നിൽ. അതാണ് മീഡിയ പീഡിയയുടെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത്. കാരണം കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ വന്ന് കാണുമ്പോൾ ഈ ഡെവലപ്മെൻറ്റ്സ് നമ്മൾ കാണുകയാണ്. അപ്പോൾ നമുക്കും ഓൾറെഡി ഇതിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ പറഞ്ഞ കാര്യങ്ങളനുസരിച്ചും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോസിറ്റീവ് ഞാൻ കണ്ടത്, നമ്മൾ ഈ പോഡ്കാസ്റ്റ് റൂം മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ വരുമ്പോൾ തന്നെ വേറൊരു പോസിറ്റിവിറ്റി ഇവിടെ ഉള്ളത്, നമ്മുടെ ടോട്ടൽ മറ്റ് ഫോട്ടോ ഷൂട്ട് ചെയ്യുന്ന ഫ്ലോറാണെങ്കിലും അതിൻ്റെ ഈവൻ ക്യാബിൻ, അതിൻ്റെ ചുമരുകളൊക്കെ അലങ്കരിച്ചിരിക്കുന്നതും വരച്ചിരിക്കുന്നതും എല്ലാം ഒരു പോസിറ്റീവ് വൈബാണ്. അപ്പം നമുക്ക് തന്നെ ഇവിടെ വന്നിരുന്നിട്ട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുമോ എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നും. അതാണ് മീഡിയ പീഡിയയുടെ വിജയം
ഉറപ്പാക്കുന്നൊരു കാര്യം അതാണ്. പിന്നെ ഡീലിങ്സ് എല്ലാം ഈ പറഞ്ഞ പോലെ ഒരുപാട് കലാകാരന്മാരെയും ഒരുപാട് ആളുകളുമായിട്ടും മിങ്കിൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ആളുകളുമായിട്ട് സഹകരിച്ചിട്ടുള്ള ആളാണ് നമ്മുടെ ഇതിൻ്റെ ഡയറക്ടറായ അല്ലെങ്കിൽ ചെയർമാനായ ജിബിൻ. ഈ ജെബിൻ്റെ ഗുണങ്ങൾ കുറേ പ്രോഗ്രാംസ് നമ്മൾ ടി വിയിലോ അല്ലെങ്കിൽ ഇതിലൊക്കെ കാണുമ്പോഴും അതിൻ്റെ പ്രൊഫഷണലിസം നമുക്ക് വ്യക്തമാകും. പുതിയതായിട്ട് ഒരാൾ പഠിച്ചിട്ട് ഒരു ഫ്ലോർ തുടങ്ങിയോ ഇതൊരു ബിസിനസ് മാത്രമല്ല, ഇത് അദ്ദേഹത്തിൻ്റെ ആത്മാവിലുള്ള അല്ലെങ്കിൽ ഉള്ളിലുള്ളൊരു ക്രിയേറ്റീവ് സ്പേസ് ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം മീഡിയ വിജയം തന്നെയാണ്. ഇനിയും അത് അങ്ങനെ തന്നെയാവും. കൂടുതൽ വളരെ പ്രൊഫഷണലായിട്ടുള്ള ആളുകളിവിടെ വരികയും ഈ സ്പേസ് ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. അത് ചെയ്യും. കാരണം ഇത് ഒരു തവണ വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വരും, അത് ഉറപ്പാണ്. അതുകൊണ്ട് എനിക്കൊരു വലിയ പ്രത്യേക അനുഭവം തന്നെയായിരുന്നു ഇവരുമായിട്ട് ഒരുമിച്ചുള്ളൊരു വർക്ക്. ഇതിപ്പോ തുടക്കം മുതൽ സാർ ഉണ്ടായിരുന്നല്ലോ, ഈ സ്പേസ് കണ്ടുപിടിക്കുന്ന ആ ഒരു ഘട്ടം മുതൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വർക്ക് ചെയ്യുന്ന ആ ഒരു ടൈം അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പണികളൊക്കെ വളരെ പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ, അതായത് ഒരു ടാർഗറ്റ് ഇത്ര ദിവസത്തിൽ നമുക്ക് തീർക്കണം, അത് കൃത്യമായിട്ട്. അതൊരു ബുദ്ധിമുട്ടില്ല. മിക്കവാറും വാട്സപ്പിൽ ഗ്രൂപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ എന്താ ഈ പണികൾ എല്ലാ ദിവസവും ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് വരും. ഇവർ മിക്കവാറും ഇവിടെ തന്നെ ആയിരുന്നു, ജെബിനും ഫ്രണ്ട്സും എല്ലാം ഉണ്ട്. അപ്പോൾ വിലയിരുത്തും നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എവിടെയെങ്കിലും കറക്ഷൻസ് ഉണ്ടോ, അനാവശ്യമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ പിന്നെ ഈ ഫ്ലോറ് അങ്ങോട്ടും ഇങ്ങോട്ടും കറണ്ട് ജനറേറ്റർ മുതൽ UPS മുതൽ സകല ലൈനുകളും എന്തൊക്കെയാണോ ഇലക്ട്രിക്കൽ വേണ്ടത്, ഭാവിയിലേക്ക് എന്താണ് വേണ്ടത്, അതുവരെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നൊരു ഗുണമുള്ളത് സ്ക്രിപ്റ്റ് ഇല്ലാതെ ഇവിടെ ഒരാൾ വന്നാലും സംസാരിച്ച് പോവാം. അല്ലെങ്കിൽ എല്ലാ സപ്പോർട്ടും ഇപ്പോൾ പല സ്ഥലത്തും ഇപ്പോൾ ഗ്രീൻ മാറ്റ് മാത്രമുള്ള ഫ്ലോറുകളൊക്കെ ഉണ്ട്, നമ്മൾ ചെയ്ത സ്ഥലങ്ങളുമുണ്ട്, കോളേജുകൾ സ്കൂളുകളൊക്കെ ഉണ്ട്. പക്ഷെ അവിടുത്തെ പ്രശ്നം നമ്മൾ കണ്ടൻറ്റുമായിട്ട് പോവുക, വീഡിയോ ഷൂട്ട് ചെയ്ത് പിന്നെ നമ്മൾ തന്നെ കൊണ്ടുപോയി എഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ആളെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ ക്യാമറ വേറെ വിളിക്കുക, ക്യാമറമാനെ നമ്മൾ കൊണ്ടുവരിക. ഇതൊന്നും വേണ്ടല്ലോ. കൈയും വീശി വരിക, പറയാനുള്ള പറയുക, വീഡിയോ എടുക്കുക, ഔട്ട്പുട്ടായിട്ട് പോകാം, വളരെ പ്രൊഫഷണലായിട്ട് പോകാം. നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരു കാര്യം കൂടി പറയാം, ഞാൻ ഇതിലൊരു താല്പര്യം കയറിയിട്ട് കുറച്ച് ക്ലാസ്സുകളൊക്കെ എടുക്കാൻ കുറച്ച് ക്യാമറയും ലൈറ്റും ഇതൊക്കെ മേടിച്ച് വെച്ച ആളാണ്. അത് മുഴുവൻ മണ്ടത്തരായിപ്പോയി എന്ന് പറഞ്ഞ് വിൽക്കുകയും ചെയ്തു. കാരണം അതാത് പ്രൊഫഷണൽസ് ചെയ്യണം. നമ്മൾ എല്ലാവരുടെയും മൊബൈൽ ഫോണുണ്ട് എന്ന് കരുതി ഞാനും സിനിമ എടുക്കുക അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം എടുത്തേക്കാന്ന് പറയുന്ന പോലെയല്ല. അതാത് പ്രൊഫഷണൽ അവനവർക്കൊരു ജോലിയുണ്ട്. അങ്ങനെ ചെയ്താൽ നമ്മൾ ഫ്രീ ആണ്. ഇപ്പോൾ ഈ സംഭവങ്ങൾ അവരവരുടെ ജോലി ചെയ്യുന്നു, നമ്മൾ നമ്മുടെ ജോലി ചെയ്യുകയാണെങ്കിൽ ആ ഒരു പാർട്ട്. ഇപ്പോൾ ഓഡിയോ ചെയ്യുന്നുണ്ട്, ഞാനിതിൻ്റെ ഭാഗം മാത്രം ചെയ്യുന്നു, എനിക്കറിയുന്നത് ഞാൻ ചെയ്യുന്നു. അറിയാത്തൊരു ജോലി ഇനി പഠിച്ച് ചെയ്യുന്നതിനേക്കാൾ അങ്ങനെ ഒരു ടീം ഞാനിവിടെ കണ്ടു മീഡിയയിൽ. അപ്പോൾ ഇത് നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിനൊരു സാധനം ചെയ്യണം, ഞങ്ങൾക്കൊരു കുറച്ച് 10 എപ്പിസോഡ് എനിക്കൊരു, ഇപ്പം ഞാനും അങ്ങനെ വിചാരിക്കുന്നുണ്ട്. സൗണ്ട് എഞ്ചിനീയറിങ്ങിൻ്റെ കുറച്ച് ക്ലാസ്സുകളൊക്കെ കൊറോണ കാലത്ത്, പക്ഷെ നമുക്ക് പല പ്രശ്നങ്ങളുണ്ട്. അതെ, അതുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചു, പക്ഷേ നമുക്കത് കംഫർട്ടബിൾ ആവില്ല. ഇങ്ങനൊരു സ്പേസാണ്, എന്താണ് വരിക, പറയുക, എഡിറ്റ് ചെയ്ത് കിട്ടും, തലവേദനയില്ല. കടയിലൊക്കെ പോയിട്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് ആവശ്യമുള്ള സാധനം എടുത്ത് പോകുന്ന പോലെ കറക്റ്റ്. നമുക്ക് സത്യം പറഞ്ഞാൽ ഈ തന്നെയല്ല, ഇപ്പോൾ ഒരു ക്യാമറ വാങ്ങിച്ചു, ഇതല്ല നാളെ ഉള്ളത്. പക്ഷേ ഇവിടെ ടെക്നോളജി അപ്ഡേറ്റ് ആവും, ഏറ്റവും ലേറ്റസ്റ്റ് കിട്ടും, ഏറ്റവും ലൈറ്റിങ്ങിന് ബുദ്ധിമുട്ടില്ല. അപ്പം സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് പ്രൊഫഷണലായിട്ട് തന്നെ ചെയ്യണം. 100% ആളുകൾ ഇതിൻ്റെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് മുൻപോട്ട് കാണുകയുള്ളൂ, കണ്ടൻറ്റ് എത്ര നല്ലതായാലും. അപ്പോൾ പെട്ടെന്ന് അന്നൊന്ന് കാണാം. അതുകൊണ്ടാണ് പല യൂട്യൂബ് അല്ലെങ്കിൽ പല പോഡ്കാസ്റ്റ് ചാനൽസും ആളുകൾ ഇഷ്ടപ്പെടുന്നത്. കണ്ടൻറ്റിനൊക്കെ കണ്ടിരിക്കാം. ആ ഒരു ക്വാളിറ്റി നമ്മൾ വീഡിയോയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഓഡിയോയ്ക്കും അതേ പ്രാധാന്യത്തോടെ കിട്ടുന്നു. ഇത് മീഡിയക്ക് ഒരു അനുഗ്രഹമാണ്. തൃശ്ശൂരില്ല, 100% പറയാം, തൃശ്ശൂർ ഇങ്ങനെ സ്പേസ് ഇല്ല. കുറച്ച് സ്ഥലങ്ങളിലൊക്കെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഈ എന്താണ് ഒരു സ്പേസും ഒരു ഇൻസ്ട്രുമെൻറ്റും ഉണ്ടായിട്ട് കാര്യമില്ല. ഒരു ആർട്ടിസ്റ്റ് പിറയിലുണ്ടാവണം. അതാണ് അത്. എന്താ പറയുക, ക്രിയേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ക്രിയേറ്ററായിട്ട് അതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരാൾ വേണം. അങ്ങനെ ആളുകൾ പലർ ഇവിടെയുണ്ട് ഈ സ്പേസിൽ. അതുകൊണ്ട് അതൊരു വലിയൊരു പോസിറ്റീവായിട്ടൊരു ശരിക്കൊരു ഏഷ്യാനെറ്റിലെ ആ സാറ് പറഞ്ഞ പോലെ ഈ TV മീഡിയത്തെക്കാൾ കൂടുതൽ ആളുകൾ 24 മണിക്കൂറും കയ്യിൽ മൊബൈലുണ്ട് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിലേക്ക് പോകും. കുട്ടികൾ ക്ലാസ്സുകൾ കാണുന്നതും എല്ലാം ഇതിലായി. അപ്പോൾ കൂടുതലും നല്ല വീഡിയോസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും ഡോക്ടേഴ്സിനൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാം അല്ലേ. ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, അതേപോലെ ഈ
ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ എന്തും പഠിപ്പിക്കാൻ താല്പര്യമുള്ള ആർക്കും അവരുടെ കണ്ടൻറ്റ് ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാം, പോവാം. അവർക്ക് ഔട്ട്ഡേറ്റഡ് ആവുമെന്നുള്ളൊരു പേടി വേണ്ട. നമ്മുടെ ആപ്പിളിൻ്റെ സ്റ്റീവ് ജോബ്സ് പറഞ്ഞ പോലെ അപ്ഡേറ്റഡ് ആണോ എന്ന് ചോദിച്ച ഒരു ചോദ്യത്തിൽ നിന്നാണ് പുള്ളി ഈ ആപ്പിളിനെ ഇങ്ങനെ ആക്കിയെടുത്ത്. എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കും, വരിക, സംസാരിക്കുക, പോവുക. ഇനി നമ്മളിങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് എറണാകുളത്തേക്കും കൊച്ചിക്കും ഒന്നും പോകണ്ട, നമ്മുടെ തൃശ്ശൂർ തന്നെ വന്നു കഴിഞ്ഞാൽ ഒരുവിധം പരിപാടികളൊക്കെ ഇവിടെ നിന്ന് തീർത്തിട്ട് പറഞ്ഞ പോലെ കയ്യും വീശി വന്ന് തീർച്ചയായും കയ്യും വീശി വന്നെന്ന് മാത്രമല്ല ഏറ്റവും ആക്സസിബിളാണ്. തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ പാട്ടരാക്കിലാണ്, നടക്കാനുള്ള ദൂരമുള്ളൂ, ബസ് സ്റ്റാൻഡിലേക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ. പിന്നെ ടൗണിൻ്റേതായ യാതൊരു തിരക്കുകളും ഇല്ല. നമുക്ക് വന്ന് സൗകര്യമായിട്ടിരുന്ന് നല്ല ആംബിയൻസുമാണ്, റൂമും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഫോട്ടോഷൂട്ടാണെങ്കിലും പോഡ്കാസ്റ്റ് റൂമാണെങ്കിലും നല്ലൊരു മേക്കപ്പ് റൂമുണ്ട്, എഡിറ്റിംഗ് റൂമും എല്ലാം. പിന്നെ വളരെ ഫ്രണ്ട്ലിയാണ് അവർ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യാം. നമുക്ക് ടൈമിൽ കൃത്യമായിട്ട്, ഈ പ്രൊഫഷണൽസിൻ്റെ ഗുണം അതാണ്, കൃത്യമായിട്ടും കൃത്യസമയത്തും നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. കാരണം വളരെ ഫാസ്റ്റായിട്ട് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും പ്രൊഫഷണലായിട്ട് അവർ ചെയ്ത് തീർത്തെങ്കിൽ അതിനർത്ഥം എന്താണ്, ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾക്കും ഒരു റിസൾട്ട് തരും. അത് വിശ്വസിക്കാം. കാരണം എൻ്റെ അനുഭവം അങ്ങനെയാണ്. യാതൊരു ബുദ്ധിമുട്ടും 99% അല്ല 100% കംഫർട്ടബിളായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് മീഡിയ പീഡിയനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഒരുപാട് പേഴ്സണൽ ലൈഫിൽ നമ്മൾ ഈ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കൂടുതലായി വിശേഷങ്ങൾ കേൾക്കാം. ഒരു എപ്പിസോഡിലൊന്നും തീർക്കാവുന്ന കാര്യങ്ങളല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട് സാറിൽ സംസാരിക്കാനായിട്ട്. അപ്പോൾ കുറേ പാട്ട് വിശേഷങ്ങളും അതുപോലെ അനുഭവങ്ങളും ഒക്കെ ഉണ്ട് കേൾക്കാൻ. അപ്പോൾ നമുക്ക് അതൊക്കെ അടുത്തൊരു എപ്പിസോഡിൽ കേൾക്കാം. നമ്മൾ പറഞ്ഞതുപോലെ സാറ് പറഞ്ഞില്ലേ, ഇപ്പോൾ അധികം നേരമൊന്നും നമ്മൾ ഫോൺ നോക്കി അധികം നേരം ഇരിക്കാനായിട്ട് ആർക്കും പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിനി എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, ചെറിയ ഫ്യൂ സെക്കൻഡ്സ് അല്ലേ, 30 സെക്കൻഡ്സ് 1 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും ക്ഷമയില്ല ആളുകൾക്ക്, സത്യമാണ്. പിന്നെ ഈ മ്യൂസിക് പരമായിട്ടല്ലേ റെക്കോർഡിങ്, സിനിമ, അങ്ങനെ പാട്ടുകൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ എൻ്റെ 10 ഇരട്ടി അറിയുന്ന ആളാണ് ജെബിൻ. അതൊരു എൻസൈക്ലോപീഡിയ ആണെന്നുള്ളത് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടു, അപ്പോഴാണ് കൂടുതൽ മനസ്സിലാവുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംസാരം പിന്നീട് ഉണ്ടാവാം. അത് മാത്രമല്ല ഒരുപാട് ആളുകൾ ഇവിടെ എത്തും, അത് ഉറപ്പാണ്. അപ്പോൾ തൃശ്ശൂരിന് തന്നെ മീഡിയ പീഡിയ ഈ പറഞ്ഞ പോലെ ആ പേര് വീഴ്ത്തിക്കളഞ്ഞു, ആ ലോഗോയും പറയാതിരിക്കാൻ പറ്റില്ല. ആർട്ടിസ്റ്റിക്കാണ് ഇവിടുത്തെ പെയിൻറ്റിങ്ങും അതുപോലെ സ്റ്റുഡിയോ മറ്റ് സാഹചര്യങ്ങളും. അതൊന്ന് വന്ന് കാണുക, അത് തന്നെയാണ് എല്ലാവരോടും പറയാനുള്ളൂ. മീഡിയയിൽ വർക്ക് ചെയ്യുന്നവരാണോ ഒരു ദിവസം വന്ന് ഒരു വിസിറ്റ് ചെയ്ത് പോവുക. വർക്കൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം, തീർച്ചയായും. തൃശ്ശൂർ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊരു മ്യൂസീഷ്യൻ ആയിക്കോട്ടെ, നിങ്ങളൊരു പ്രാസംഗികനായിക്കോട്ടെ, നിങ്ങളൊരു ടീച്ചറായിക്കോട്ടെ, നിങ്ങൾ ഈ മീഡിയ ആയിട്ട് ഒരു ബന്ധമില്ലെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ എന്തെങ്കിലും സംസാരിക്കാനോ എന്തെങ്കിലും ആളുകളുമായിട്ടൊരു മെസ്സേജ് കൊടുക്കാനോ താല്പര്യമുണ്ടെങ്കിൽ, ഈവൻ അത് പ്രസംഗമായിക്കോട്ടെ, പ്രെയർ ആയിക്കോട്ടെ, എന്തിനും ഒരു സ്ഥലമാണ് മീഡിയ പീഡിയ. ഒരു സംശയമില്ല, മീഡിയ പീഡിയയ്ക്ക് എല്ലാ ഭാഗങ്ങളും നമ്മുടെ ഒരു വർക്കെന്നുള്ളതിലുപരി സുഹൃത്തുക്കളുടെ ഒരു സംരംഭം പിന്നെ ഇതിനൊരു പാർട്ടാവാൻ പറ്റിയെന്നുള്ളൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം. ഇത്രയും ഒരുപാട് സ്റ്റുഡിയോസ് ഇപ്പം നമ്മൾ പറഞ്ഞു 26 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. കേരളത്തിനകത്തും പുറത്തുമായിട്ട് ഒരുപാട് സ്റ്റുഡിയോസ് സെറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ഒരുപാട് അനുഭവങ്ങളുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ തന്നെ നമുക്ക് നമ്മുടെ സ്റ്റുഡിയോ സെറ്റ് ചെയ്യാനും ഇത്രയും നല്ല കംഫർട്ടായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഈ ഒരു പോഡ്കാസ്റ്റ് സ്റ്റുഡിയോയിൽ നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ തിരിച്ചും ഒരുപാട് നന്ദി പറയാണ്. അപ്പോൾ നമുക്കിനിയും വീണ്ടും വിശേഷങ്ങളായിട്ട് കണ്ടുമുട്ടാം. നന്ദി.